നമസ്കാരം. സിനിമ വെറും ഒരു വിനോദോപാധിയല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. 2026 ഓസ്കാർ നോമിനേഷനിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ഹോംബൗണ്ട്. ഈ സിനിമ വെറും ഒരു കഥയായിരുന്നില്ല, മറിച്ച് ആധുനിക ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. രണ്ട് യുവാക്കളുടെ സൗഹൃദത്തിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിലെ കുടിയേറ്റ തൊഴിലാളികളുടെ പലായനത്തിൻ്റെ കഥ മാത്രമല്ല ഈ സിനിമ പറയുന്നത്. പകരം നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജാതീയത, മതം, റിസർവേഷൻ തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങളെ യാതൊരു അതിഭാഗത്വവും കൂടാതെ ഈ സിനിമ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഡയറക്ടർ നീരജ് ഗൈവാൻ ഈ സിനിമയിൽ മനുഷ്യ വികാരങ്ങളെ, അതായത് ഈ സിനിമയെന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷൻസ് മാത്രം കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. അതിൻ്റെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള തലങ്ങളിലാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തു പോയിരിക്കുന്നത്. ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന സമയത്ത് ഇതിലുപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രെയിമുകൾക്കും അമിതമായിട്ടുള്ള നിറക്കൂട്ടുകളില്ല, മറിച്ച് റിയൽ ലൈഫിന് ഒരു ഒറ്റ നിറമേ ഉള്ളൂ എന്ന് നമ്മളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാച്ചുറൽ ലൈറ്റ്. സിനിമയിൽ കൂടുതൽ സ്ഥലങ്ങളിലും നാച്ചുറൽ ലൈറ്റും അതിൻ്റെ ഷെയ്ഡുകളുമാണ് കിടക്കുന്നത്. ലൈവ് സൗണ്ട് ഉപയോഗിച്ചപ്പോഴത്തേക്കും നമ്മളെ ആ ഗ്രാമത്തിൻ്റെ പൊടിപടലങ്ങൾക്കുള്ളിലൂടെ നമ്മളെയും കൂട്ടിക്കൊണ്ട് സിനിമ പോകും. ആ ഗ്രാമത്തിൻ്റെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമായിരുന്നു. സാധാരണ സിനിമകളിൽ വൈകാരിക മുഹൂർത്തങ്ങളെ ഉണർത്തുവാൻ പശ്ചാത്തല സംഗീതം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഹോംബൗണ്ട് എന്ന് പറയുന്ന ഈ സിനിമ അവിടെയും വേറിട്ട് നിൽക്കുന്നു. ഇവിടെ മൗനവും അതുപോലെ തന്നെ ഡയലോഗുകളുമാണ് പശ്ചാത്തല സംഗീതത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഷാൻ, വിശാൽ ഇവർ രണ്ടുപേരും ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളാണ്. കോറായിരുന്നു. ഇവരാണ് ഈ സിനിമയെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നില്ല, മറിച്ച് ജീവിക്കുകയായിരുന്നു. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും മനസ്സ് ഇങ്ങനെ കടന്ന് വിങ്ങാൻ തുടങ്ങും. പിന്നെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ആ ഗ്രാമപ്രദേശത്ത് നമ്മളങ്ങ് ഫീൽ ചെയ്യും ആ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന്. അതേ കണക്ക് ലൈവ് പെർഫോമൻസ് കൂടെ ആയപ്പോഴത്തേക്കും അതേ കണക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണ സിനിമകളിൽ വരുന്ന അഭിനയത്തിൽ വരുന്ന ഒരു എക്സാജറേഷൻ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഒരാളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന രീതിയും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സ്വത്ത പ്രതിസന്ധി എത്ര ലളിതമായിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴോ ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ സ്വന്തം ജാതി ചോദിക്കുന്ന ഒരു ക്രൂരതയുണ്ടല്ലോ, അത് സംവിധായകൻ ഈ സിനിമയിൽ തിരക്കഥയിൽ വരികൾക്കിടയിലൂടെ അദ്ദേഹം നല്ല വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ ഒരു കാതലായ സീനുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ കോവിഡ് മൂലം തൊഴിലിടത്തിൽ നിന്നും വീട്ടിലേക്ക് പലായനം ചെയ്യുന്ന വഴി ഒരാൾക്ക് കോവിഡ് വന്നിട്ട് മരണപ്പെടുന്ന ഒരു സീൻ. ആ സീനിൽ ആ ഇമോഷൻ എൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ സിനിമയിൽ ഒരു പശ്ചാത്തല സംഗീതം പോലുമില്ല. സൈലൻസ്. ആ ഒരു ഇമോഷൻ, ഒരാൾ നഷ്ടപ്പെടുമ്പോൾ സ്വന്തം കൂട്ടുകാരനുണ്ടാകുന്ന ആ ഒരു വൈകാരികത, അത് പച്ചയായിട്ട് ആ ഫ്രെയിമിൽ, ക്ലോസ് ഓഫ് ഫ്രെയിമിൽ നമ്മളിലേക്ക് തരുമ്പോൾ ആ ഒരു സീൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അത് ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ഇവിടെ ഉണ്ടാവും. അതാണ് ഹോംബൗണ്ടിലെ ആ ഒരു സീൻ. സിനിമാ പ്രേമികൾ തീർച്ചയായിട്ടും, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആ സീനെങ്കിലും ഒന്ന് കണ്ടിരിക്കണം. ഓസ്കാർ മത്സര വേദികളിൽ നിന്ന് ഈ സിനിമ പുറത്തായി. പക്ഷേ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത സിനിമാ പ്രേമികളുടെ ഉള്ളിൽ ഈ സിനിമ എന്നും ഒരു വിങ്ങലായി തന്നെ നിലനിൽക്കും. സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, സിനിമാ നിർമ്മാണത്തിലെ സത്യസന്ധത ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഒരു മുതൽക്കൂട്ടാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ സിനി സോൾമേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. താങ്ക് യു.